ലോക പരിസ്ഥിതി ദിനത്തിൽ മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡിലെ അമ്പാട്ടുകുളത്തിന്റെ പരിസരങ്ങളിൽ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി. രജിത വൃക്ഷത്തൈ നട്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുളത്തിന്റെ പരിസര പ്രദേശങ്ങൾ ഭംഗിയും പരിസ്ഥിതി സൗഹൃദ സ്വഭാവമുള്ളതാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വാർഡ് 25-ലെ അമ്പാട്ടുകുളത്തിന്റെ പരിസരങ്ങളിൽ തണൽമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ പി. രജിത വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴ നഗരസഭ നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒരു ഘട്ടമായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വൃക്ഷത്തൈകളും ഉദ്യാനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ്. അപ്പോൾ വാർഡ് 25-ൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അമ്പാട്ടുകുളത്തിൻ്റെ പരിസരമാണ്. ഈ ആമ്പറ്റക്കുളം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കെട്ടി സംരക്ഷിച്ച് അത് വളരെ മനോഹരമായി കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ഒരു പദ്ധതിയോട് കൂടി നമുക്ക് ഇവിടെ ഒരു സ്നേഹാരാമത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മളിവിടെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് റെസിഡൻസിൻ്റെയും നമ്മുടെ വാർഡിലെ മറ്റു താമസക്കാരുടെയും കൂടെ സഹകരണത്തോടു കൂടി എല്ലാ വിധത്തിലും നല്ല മനോഹരമാക്കി നമ്മുടെ ഈ ആമ്പറ്റക്കുളവും പരിസരവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ആരംഭമാണ്. കഴിഞ്ഞ കൗൺസിൽ ഭരണസമിതിയുടെ കാലയളവിൽ അമ്പാട്ടുകുളം സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മനോഹരമായി നവീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് കുളത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭംഗിയും പരിസ്ഥിതി സൗഹൃദ സ്വഭാവവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഹരിത പദ്ധതിക്ക് തുടക്കമിട്ടതെന്ന് പി. രജിത അറിയിച്ചു. പരിപാടിയിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, CDS അംഗങ്ങൾ, ആശാവർക്കർമാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡിനെ കൂടുതൽ ഹരിതസുന്ദരവും മാതൃകാപരവുമായ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും ഉറപ്പു നൽകിയാണ് ചടങ്ങ് സമാപിച്ചത്. ഒരു മരം നട്ടാൽ ഒരു നിഴൽ മാത്രമല്ല, ഒരു തലമുറയ്ക്ക് ശുദ്ധവായുവും നല്ല നാളെയും സമ്മാനിക്കാം എന്ന സന്ദേശമുയർത്തിപ്പിടിച്ചായിരുന്നു പരിസ്ഥിതി ദിനാചരണം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.